ഫുൾ ഫോം തന്നെ റിഫോം യുവർ സൊസൈറ്റി ത്രൂ എഡ്യൂക്കേഷൻ ചാരിറ്റി. ഒരു കുട്ടിയുടെ പേരൻ്റ് എന്നോട് ചോദിക്കണ്ടായി, സാർ ഈ ഏവിയേഷൻ കോഴ്സ് പഠിച്ചാൽ എൻ്റെ കുട്ടിയുടെ ലൈഫ് സേഫ് ആണോ? ഈ പഠിച്ചിട്ട് കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യുവേഷനും ഇല്ലാതെ ഒരു കാര്യമില്ല. നോർമൽ ഡിഗ്രി PG ഒക്കെ പഠിച്ച ശേഷം കുട്ടികൾ ഒന്നും ചെയ്യാൻ അറിയാത്തവരായി മാറുക. നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും ആ രാജ്യത്ത് പോയി ജോലി ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ജോലി പഠിക്കണ്ടേ? ഇന്ത്യക്ക് വേണ്ടത് ഡിപ്പെൻഡേഴ്സിനെ അല്ല, ആരാണ്? ലീഡേഴ്സിനെയാണ്. വാട്ട് ഈസ് മൈ സൂട്ടബിലിറ്റി ടു ബി ദെയർ? അതാണ് ഫാക്ട്. ടേണിംഗ് പോയിൻ്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വ്യവസായ പ്രമുഖർ കേരളത്തിന് പുറത്ത് അവരുടേതായ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ രംഗത്തും സൂപ്പർ മാർക്കറ്റ് രംഗത്തും പലവിധമായ ബിസിനസ്സിൽ. പലപ്പോഴും മലയാളത്തിൽ തന്നെ പലരും പറയാറുണ്ട്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ ഒരു മലയാളി സംരംഭകനോ അല്ലെങ്കിൽ മലയാളിയോ ഉണ്ടാകുമെന്ന്. ഇന്ന് മാംഗ്ലൂരിലുള്ള ഒരു മലയാളി സംരംഭകൻ്റെ കഥയാണ്. സ്വാഗതം. കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്യേണ്ടായ സാഹചര്യം എന്താണ്? ശരിക്കും കേരളത്തിലാണല്ലോ ജനിച്ചതും വളർന്നതെല്ലാം ആലപ്പുഴയിലാണ്. കേരളത്തിന് പുറത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? ഞാൻ പഠിച്ചതൊക്കെ പൂനെയിലാണ്. കേരളത്തിന് പുറത്തേക്ക് പോകാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയതാണ്. പോയപ്പോഴാണ് ഈ എഡ്യൂക്കേഷൻ തുടങ്ങിയതാണ് എല്ലാവരും ധരിച്ചത്. അങ്ങനെയല്ല. എഡ്യൂക്കേഷൻ്റെ ഒരു സ്കോപ്പ് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ കർണാടകത്തിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ തീരുമാനിച്ചത്. 2010 ECR തുടങ്ങുന്നത്. ECR എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം തന്നെ റിഫോം യുവർ സൊസൈറ്റി ത്രൂ എഡ്യൂക്കേഷൻ ചാരിറ്റി. വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹ്യ സേവനം കൊണ്ടും നമ്മളുടെ സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് മീനിങ് തന്നെ. ECRൻ്റെ 2010 ECR ചാരിറ്റബിൾ ട്രസ്റ്റ് ആലപ്പുഴയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിനുശേഷം ഒരു കുട്ടിയുടെ പേരൻ്റ് എന്നോട് ചോദിക്കണ്ടായി, സാർ ഈ ഏവിയേഷൻ കോഴ്സ് പഠിച്ചാൽ എൻ്റെ കുട്ടിയുടെ ലൈഫ് സേഫ് ആണോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് 2015 ECR ചാരിറ്റബിൾ ട്രസ്റ്റ് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ഏവിയേഷൻ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു 2010ലേക്കും 2015ലേക്കൊക്കെ വരുന്നതിന് മുമ്പ് മധു ഭാസ്കരൻ എന്ന വ്യക്തി എങ്ങനെയാണ് ശരിക്കും ഒരു വളർച്ചയുടെ ജീവിതത്തിൻ്റെ ഒരു ആദ്യ കാലഘട്ടം കുടുംബ പശ്ചാത്തലമൊക്കെ എന്ന് പറയുകയാണെങ്കിൽ? ഞാൻ ഹരിപ്പാട് കരുവട്ട ഗ്രാമത്തിൽ ജനിച്ചു. ഞാൻ സ്റ്റേറ്റ് അത്ലറ്റ് ടീമിൽ യൂണിവേഴ്സിറ്റി ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കോളേജ് വിദ്യാഭ്യാസ സമയം മുതലേ സ്വന്തമായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നു. ആ ബിസിനസ്സിലൊക്കെ ഫാമിലിൻ്റെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ്. അച്ഛൻ പ്ലാന്റർ ആയിരുന്നു, അതുകൂടാതെ റോണ്ടർ കോൺട്രാക്ടറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്ലഡിൽ തന്നെ ഒരു അതാണ് ശരിക്കും ബിസിനസ്സിലേക്കുള്ള ഒരു ടെൻഡൻസി ഫാമിലിയിലുണ്ടായിരുന്നു. മദർ എന്ത് ചെയ്യുന്ന? ഹൗസ് വൈഫ് ആയിരുന്നു. ഞങ്ങൾ ആ രീതിയിലാണ് 2010 ആലപ്പുഴയിലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ആലപ്പുഴ 2010 ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ട്രസ്റ്റ് ആരംഭിച്ചത്. എന്നാൽ അതിൽ ബിഗിനിങ്ങിൽ ചെയ്തത് HR കൺസൾട്ടിങ്ങും ഫിനാൻസ് കൺസൾട്ടിങ്ങും, അതുകൂടാതെ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ്, ഒരുപാട് വിദ്യാഭ്യാസം ചെയ്തിട്ടും ജോലി കിട്ടാതെ നിന്ന കുട്ടികളിലെ പല മേഖലകളിലേക്ക്, എയർലൈനിൽ, ഷിപ്പിൽ, മറ്റു ഇൻഡസ്ട്രികളിലേക്കും വിദേശത്തൊക്കെ റിക്രൂട്ടിംഗ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ എയർലൈൻ മേഖലയിലുള്ള ഒരു വിശാലമായ ഒരു അനന്തമായ ഒരു സ്കോപ്പ് മനസ്സിലാക്കിയ ശേഷമാണ് ഈ മേഖലയിൽ പ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ പഠിച്ചിട്ട് കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും യാതൊരു വാല്യുവേഷനും ഇല്ലാതെ അതൊരു ഓതൻറ്റിഫൈഡ് സർട്ടിഫിക്കറ്റ് അല്ല, വെറും ട്രെയിനിങ് സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ്. 2-3 വർഷമൊക്കെ കോഴ്സ് പഠിച്ച ശേഷം കുട്ടികൾക്ക് കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ് അവർ ഹയർ സ്റ്റഡീസിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഗവൺമെൻറ് സർവീസിൽ മറ്റ് ഒരു ജോലികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, എയർലൈനിലായാലും മൾട്ടിനാഷണലിലും മാർക്കറ്റിംഗ് കമ്പനിയിലാണല്ലോ നല്ല പോസ്റ്റുകളിലേക്ക് പോകാൻ ബേസിക് ഒരു ഗ്രാജുവേഷൻ എങ്കിലും വേണം. പോസ്റ്റ് ഗ്രാജുവേഷൻ മസ്റ്റാണ്. ഇപ്പം ഒരു HR കൺസൾട്ടിങ്ങോ ഫിനാൻസ് കൺസൾട്ടിങ്ങോ ബാങ്ക് കൺസൾട്ടിങ്ങോ, അതല്ലെങ്കിൽ ഒരു HR മാനേജറോ ഒരു ഫിനാൻസ് മാനേജറോ ഓപ്പറേഷൻ മാനേജറോ വലിയൊരു ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ആവശ്യമുണ്ടല്ലോ. ഇത് മനസ്സിലാക്കിയതാണ് പല കുട്ടികളും ഏവിയേഷനോ ലോജിസ്റ്റിക്കോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ പോലുള്ള കോഴ്സുകൾ ട്രെയിനിങ് സെൻ്ററുകളിൽ പോയിട്ട് 2-3 വർഷം സ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡറായിട്ട് ഇരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഓതൻറ്റിറ്റി, ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പേരൻസിന് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. അതിൻ്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ വേണം, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വേണം, അതൊരു യൂണിവേഴ്സിറ്റി ഓതൻറ്റിറ്റി സർട്ടിഫിക്കേഷൻ ആവണം. മറിച്ച് ഏവിയേഷനോ ശരിക്കും എന്താ വേണ്ടത്? ഏവിയേഷൻ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് എയർലൈൻസ് ആൻഡ് എയർപോർട്ടിൻ്റെ ടോട്ടൽ സർട്ടിഫിക്കേഷൻ ഏജൻസി ശരിക്കും ആരാണ്? അതിൻ്റെ ആക്ച്വലി ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിലിൻ്റെയും UGCയുടെയും അപ്രൂവലോട് കൂടി യൂണിവേഴ്സിറ്റിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഏത് കോഴ്സിനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശം യൂണിവേഴ്സിറ്റിക്കാണ്. നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എനിക്കൊരു സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റിൻ്റെ ഓതൻറ്റിറ്റി അല്ലേ.
അതിന്റെ ഒതന്റി എന്ന് പറയുന്നത് ശരിക്കും യൂണിവേഴ്സിറ്റി അത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നെങ്കിലും ആ കോഴ്സിന് UGCയുടെയും ടെക്നിക്കൽ കൗൺസിലിന്റെ അപ്രൂവൽ വേണം. ടെക്നിക്കൽ കോഴ്സുകളാണ് ടെക്നിക്കൽ കൗൺസിലിന്റെ. ഇപ്പൊ ആയുർവേദം ആണെങ്കിൽ ആയുഷിന്റെ അപ്രൂവൽ വേണം, BDS ആണെങ്കിൽ ദന്തൽ കൗൺസിലിന്റെ അപ്രൂവൽ വേണം, നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ. ഒരു അപ്പെക്സ് ബോഡി അപ്രൂവൽ ആവശ്യമാണ്. ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു അപ്പെക്സ് ബോഡിയെ തന്നെ ഗവൺമെന്റ് ഓതറൈസ് ചെയ്തത്. ശരിക്കും ഇങ്ങനെ ഒരു ബോഡി ഇല്ലാത്ത പല കോഴ്സുകളും ഒരുപാട് കോഴ്സുകളുണ്ട്. ഒരു കോഴ്സും അങ്ങനെ വന്നതല്ലോ. കോഴ്സൊക്കെ കാലത്തിനനുസൃതമായിട്ട് യൂണിവേഴ്സിറ്റികൾ അതിന്റെ സിലബസ് ഉണ്ടാക്കുകയും ആ സിലബസ് അപ്പെക്സ് ബോഡിയിൽ കൊടുത്ത് അപ്രൂവൽ ചെയ്തുവാണല്ലോ MBBS മുതലുള്ള അല്ലെങ്കിൽ സിവിൽ സർവീസിലുള്ള എല്ലാ കോഴ്സുകളും വരുന്നത്. കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്, ഇൻഡസ്ട്രിയുടെ നെസസിറ്റി അനുസരിച്ചിട്ടാണ്. ഈ റീസെൻ്റായിട്ട് ECR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചൈനയിൽ തന്നെ ഏകദേശം 50% എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് കോളേജുകൾ നിർത്തി. കാരണം ശരിക്കും ബേസിക് ഒരു കാര്യമില്ല, നോർമൽ ഡിഗ്രി PG ഒക്കെ പഠിച്ച ശേഷം കുട്ടികൾ ഒന്നും ചെയ്യാൻ അറിയാത്തവരായി മാറുക. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് സ്കിൽസ്, ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ നമ്മളൊരു കാര്യം ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പഠിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ്, റിച്ച് ആകുക എന്നുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടിയാണ് ഈ പഠിക്കുന്നത്. പക്ഷേ അക്രോസ് ദ ഗ്ലോബ് 75% ഓഫ് ദ റിച്ച് പീപ്പിൾ ബിലോങ്സ് ടു ബിസിനസ് കമ്മ്യൂണിറ്റി. 15% ഇൻവെസ്റ്റേഴ്സാണ്, അല്ലേ? 7% സ്പോർട്സ്, അങ്ങനെ ആ സ്പോർട്സും ആ മേഖലയിലുള്ളവർ, സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ. 3% വരുന്നത് സെലിബ്രിറ്റീസാണ്. അപ്പോൾ 75 + 15 + 7 + 3, പിന്നെ ജോലി ചെയ്ത് റിച്ച് ആകാം എന്നുള്ള ആഗ്രഹത്തിൽ വന്നിട്ടുള്ള ഓൾ അറൗണ്ട് ഗ്ലോബ് ഒരാൾ പോലും ഇല്ല. പക്ഷെ എല്ലാ കുട്ടികളും പഠിച്ച് ജോലി ചെയ്ത് റിച്ച് ആകും എന്നുള്ള ആഗ്രഹത്തോട് വരുന്നത്. റിച്ച് ആകണമെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു രീതി തന്നെ അങ്ങനെയാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ നല്ലപോലെ പഠിച്ച് നല്ല ജോലി മേടിച്ച് രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി. അതെന്താ അറിയോ, കുട്ടികളുടെ ബേസിക് മുതൽ ഡിപ്പെൻഡൻസി, അച്ഛൻ്റെ ഡിപ്പെൻഡൻ്റ്, അമ്മയുടെ ഡിപ്പെൻഡ്, പിന്നെ പഠിക്കും മുതൽ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്വന്തമായിട്ട് അവരുടെ ഇൻ്റലിജൻസ്. നമ്മുടെ ബ്രെയിൻ 2 ഭാഗമുണ്ട്. ഒന്ന് നമ്മളുടെ മെമ്മറി പാർട്ടും രണ്ടാമത്തെ നമ്മുടെ ഇൻ്റലിജൻറ്റ് പാർട്ടും. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു തിങ്ക്, മെമ്മറി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റിക്കളക്ട് വാട്ട് യു ലേൺ, അല്ലേ? അപ്പോൾ ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കി പഠിക്കാൻ അവരെ അനുവദിക്കത്തില്ല. അവർക്ക് ചിന്തിക്കാനുള്ള അവസരം സ്കൂളിൽ കിട്ടത്തില്ല, വീട്ടിൽ വന്നാലും കിട്ടത്തില്ല, ട്യൂഷൻ സെൻ്ററിലും. അപ്പോൾ ഫുള്ളി എൻഗേജ് ആക്കി വെക്കുക. അവർക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയാത്തതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരാജയം. അപ്പോൾ വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷെ ആ പഠിച്ച് കിട്ടുന്ന അറിവ് എൻക്യാഷ് ചെയ്യണമെങ്കിൽ, യൂസ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അഗാധമായിട്ട് നോളജ് ഉണ്ട്. അതെനിക്ക് ഒരു വലിയൊരു പോയിന്റാണ്. അപ്പോൾ ഈ ഒരു അഭിരുചികളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ഒരു എന്താ പറയുക, ഒരു വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ അവൻ്റെ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ECR ഗ്രൂപ്പ് ശരിക്കും എന്താണ് ചെയ്യുന്നത്? അത് വളരെ ഫാക്ട്. ഹൗ മച്ച് ടാലൻറ്റ് യു ഹാവ് ഈസ് നോട്ട് ദ മാറ്റർ, വിച്ച് സർക്കംസ്റ്റൻസസ് യു ആർ. ഏത് സാഹചര്യത്തിലാണോ നിങ്ങളുള്ളത് ആ സാഹചര്യം നിങ്ങളെ ഒരു ലെവലിൽ കൊണ്ടെത്തിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് മാത്രമേ എവിടെ എത്തൂല. ആഗ്രഹം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ റൈറ്റ് സർക്കംസ്റ്റൻസസിലായിരിക്കണം. ECRൻ്റെ കോഴ്സുകളെ പറയുമ്പോൾ ഒന്ന് അതിൻ്റെ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള കോഴ്സാണ്, UGCയുടെയും AICTEയുടെ അപ്രൂവലുള്ള കോഴ്സാണെന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ സേഫ്റ്റി. ഒന്ന് എഡ്യൂക്കേഷൻ ലോൺ കിട്ടും, അതൊരു സേഫ് കോഴ്സാണ് ഉപരിപഠനത്തിന് പോകാനും. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് ഉടുപ്പിയിലേക്ക് വന്ന് പഠിക്കുമ്പോൾ ഏകദേശം കുറച്ച് വ്യത്യാസമില്ലല്ലോ, കാസർഗോഡ് ഉടുപ്പി വലിയ വ്യത്യാസമല്ല ബോർഡർ. ഒരു അഡ്വാൻറ്റേജ് അവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവും, ഹിന്ദി സംസാരിക്കാൻ പഠിക്കും, കന്നഡ പഠിക്കും. ഇപ്പോൾ ECRൽ അഡീഷണൽ ഫ്രഞ്ച് ലാംഗ്വേജ് ട്രെയിനിങ്ങും ഉണ്ട്, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, ഫ്രഞ്ച് ഉടനെ തുടങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലേക്ക്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി പറയാൻ അറിയാമല്ലോ, പല സെൻറ്ററുകളും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും ആ രാജ്യത്ത് പോയി ജോലി ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ജോലി പഠിക്കണ്ടേ? ഇപ്പോൾ നഴ്സിങ്ങിലൂടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം, ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ, സൈബർ സെക്യൂരിറ്റിയുടെയോ AI കൂടെയോ, ഒരു മെഡിക്കൽ സയൻസിൻ്റെ, എഞ്ചിനീയറിംഗ്, ഏതെങ്കിലും ടെക്നോളജി, ഏതെങ്കിലും നമ്മളുടെ ഒരു ടാലൻറ്റ്, അല്ലേ? അത് നമ്മൾ അക്വയർ ചെയ്ത ശേഷം അതിൻ്റെ കൂടെ ലാംഗ്വേജോട് ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് കരിയറിൽ സെറ്റാകാൻ പറ്റും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ECRൻ്റെ കോഴ്സുകളുടെ പ്രത്യേകത ഇത് ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ് ആണെന്നുള്ളത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ എന്താണോ റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കോഴ്സുകളും ആ പ്രോഡക്റ്റിന്, അതായത് കുട്ടിക്ക് ആ ജോലിക്കുള്ള സ്യൂട്ടബിലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്
സർട്ടിഫിക്കറ്റ് മാത്രമല്ലല്ലോ. ഇവിടെ ഒരു നമ്മൾ നേരത്തെ സംസാരിച്ചതായിട്ട് വരുമ്പോൾ ഞാൻ വേറൊരു കോഴ്സിനെ കുറിച്ച് കണ്ടു. കാരണം ഇതൊരു കോൺട്രഡിക്ടറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1% ആൾക്കാരാണ് ബേസിക്കലി ജോലിയുടെ റിച്ച് ആകുന്ന ആളുകൾ. അപ്പോൾ കോഴ്സ് അധിഷ്ഠിതമായി വരുമ്പോൾ ജോലി അധിഷ്ഠിതമായി വരുന്നു എന്നുള്ളത് ഒരു പോസിബിലിറ്റി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു വിദ്യാർത്ഥി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവനിൽ ഓൺട്രപ്രണർഷിപ്പ് വളർത്താനും അവനൊരു ഓൺട്രപ്രണറായിട്ട് മാറ്റാനുമുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും കൂടി തീർച്ചയായിട്ടും നമ്മൾ ചൈനക്കാരെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ചൈന, അല്ലേ? അവരെന്താണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന അറിവ് ഏതെങ്കിലും രീതിയിലുള്ള അറിവാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് കിട്ടുന്ന അറിവ് ഡെവലപ്പ് ചെയ്യാനും അത് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാനും അവനത് പ്രോഡക്റ്റാക്കി മാറ്റാനും അവനിലേക്ക് ലോകത്തെ കൊണ്ടുവരാനും ഉള്ള ഒരു കഴിവ് ചൈനക്കാർക്കുണ്ട്. നമുക്കതില്ല. നമ്മൾ എന്താണോ പഠിച്ചത് ആ കഴിവുള്ളവരടുത്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ ഈ ഓൺട്രപ്രണർ എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിന്, ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടത് ഡിപ്പെൻഡേഴ്സിനെ അല്ല, ആരാണ്? ലീഡേഴ്സിനെയാണ്, അല്ലേ? ആ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എംപ്ലോയർ അല്ല. എംപ്ലോയാണോ ലീഡർ? എംപ്ലോയർ ആണ് ലീഡർ. ജോബിനുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലാണ്. കാര്യം ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം ഇന്ത്യയല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഇന്ത്യയിലാണുള്ളത്. നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈസിയർ. അല്ലെ, ജോബ് എന്ന പ്രോസ്പെക്റ്റീവിൽ എനിക്ക് മനസ്സിലായി. നമ്മൾ നേരത്തെ ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു BBA പഠിക്കുന്ന ഒരു വ്യക്തിക്ക് BBA പഠിച്ച് അവർക്ക് അവിടെ നിന്ന് തന്നെ ഓൺട്രപ്രണർ ആകാവുന്ന രീതിയിലേക്ക് ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അത് നമ്മളൊരു BBA ഓൺട്രപ്രണർഷിപ്പ് കോഴ്സും MBA ഓൺട്രപ്രണർഷിപ്പ് കോഴ്സും അതിനകത്ത് പ്യൂർലി ഒരു സർട്ടിഫിക്കേഷൻ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടിയെ ആദ്യം ഒന്നും അറിയാത്ത കുട്ടി എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരനാണെന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പം നമ്മൾ മലയാള ലാംഗ്വേജ് പറയുന്നു, അല്ലെങ്കിൽ കന്നഡ പറയുന്നു, അല്ലെങ്കിൽ തമിഴ് പറയുന്നെങ്കിൽ ആ സാഹചര്യത്തുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടുകൊണ്ട് ആ സാഹചര്യത്തിൽ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം വിവിധങ്ങളായ ഇൻഡസ്ട്രികൾ വിസിറ്റ് ചെയ്യും. ആദ്യം നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വിസിറ്റാണ്. ആ ഇൻഡസ്ട്രികളെ പരിചയപ്പെടുത്തുന്നു, അല്ലേ? ആ ഇൻഡസ്ട്രികളെ പരിചയപ്പെടുത്തിയ ശേഷം ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കുട്ടിക്ക് കൊടുക്കുന്നു. അതിനുശേഷം കുട്ടി ബെസ്റ്റ് വൺ, എനിക്കിതാണ് സൂട്ടബിൾ ഒന്ന് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം പല ഇൻഡസ്ട്രികൾ കാണിച്ചിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അല്ല. അപ്പം നമ്മൾ പല ഗെയിമുകൾ കളിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അല്ലെ നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ഗെയിമാണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ കുട്ടിയെ സംബന്ധിച്ചുള്ള ആ കുട്ടിയുടെ ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റുകളുണ്ട്. ആ ടാലൻറ്റുകൾ പെട്ടെന്ന് ഈ പ്രത്യേകതരം ബിസിനസ്സിലേക്ക് ആ ഒരു മേഖലയിൽ അട്രാക്റ്റ് ആവും. ചിലപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിരിക്കും, അല്ലേ? കുട്ടിയുടെ പാഷൻ അതാണെങ്കിൽ ചിലപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരിക്കും, ചിലപ്പം അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിരിക്കും, ചിലപ്പോൾ IT സെക്ടർ ആയിരിക്കും. അപ്പോൾ ഇൻബോൺ ആയിട്ടുള്ള കുട്ടിയുടെ മെമ്മറിയിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഈ വിസിറ്റുകൾ ഏർപ്പെടുത്തുന്നത്. ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പം കുട്ടി അറിയാതെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ സെക്കൻഡ് തോട്ട്സ് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യുകയാണ്. പ്രാക്ടിക്കൽ സ്റ്റഡീസാണ്. അതിനുശേഷം ആ മേഖലയിലുള്ള എക്സ്പെർട്സിനെ കൊണ്ട് ഒരു മെൻറ്ററെ കണ്ടുപിടിച്ച് കൊടുക്കും. ആ മെൻറ്റർഷിപ്പിലാണ് കുട്ടി വീണ്ടും ഈ ബിസിനസ്സായിട്ട് ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറിവ് നേടുന്നത്. അതിനുശേഷം ഇൻഡസ്ട്രിയൽ ഇൻക്യുബേഷൻ, ഏത് ഇൻഡസ്ട്രിയിലാണോ കുട്ടി പോകാനുള്ളത് ആ ഇൻഡസ്ട്രിയായിട്ടുള്ള ഒരു കണക്ഷനും ആ ഇൻഡസ്ട്രിയിൽ പാർട്ട് ടൈമായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു അവസരങ്ങളും ആ കുട്ടിക്ക് കിട്ടും. അതിനുശേഷം അതിനെ സോഴ്സ് ഓഫ് ഫണ്ട് അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ മണി ആവശ്യം. എന്തായാലും പേരൻസ് കൊടുക്കത്തില്ല. ഞാനൊരു ബിസിനസ് ഇറങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനോ അമ്മയോ എന്നെ വിശ്വസിക്കില്ല. പിന്നെ നമ്മളെ വിശ്വസിക്കുന്ന ആരാണ്? വെഞ്ചർ ക്യാപിറ്റലുണ്ട്, പിന്നെ ബാങ്കുകളുണ്ട്. ബാങ്കിനെ സംബന്ധിച്ചും പ്രോപ്പറായിട്ട് അവർ പ്രൊജക്റ്റ് അനലൈസ് ചെയ്യും. അവർ അനലൈസ് ചെയ്യുമ്പോൾ ഈ പ്രൊജക്റ്റിന് ഫീസിബിലിറ്റി ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ പൈസയുണ്ട്, സ്കില്ലായിട്ടുള്ള എംപ്ലോയീസും ഉണ്ട്. പിന്നെ ഒരു ഓൺട്രപ്രണർ വേണ്ട എന്താണ്? ഒന്ന് ലീഡ് ചെയ്യാനുള്ള, നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഓർഗനൈസ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ECR ചെയ്യുന്നത്. പിന്നെ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതി. എന്തിനാ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുവാണെങ്കിൽ പോലും അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവണം, സ്റ്റാമിന ഉണ്ടാവണം, ടെക്നിക്സ് ഉണ്ടാവണം, അതിനുശേഷം പ്രാക്ടീസ് ഉണ്ടാവണം. ഈ ഒരു രീതിയിൽ അവരൊരു ഓൺട്രപ്രണർ ആയി. തീർച്ചയായിട്ടും മൂന്നാമത്തെ വർഷം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് പിടിച്ചു കിട്ടുന്ന മൂന്നാമത്തെ വർഷം അവരെ സ്വന്തം ഒരു ഓൺട്രപ്രണറായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് അവർക്കൊരു പൊസിഷൻ കൊടുത്ത ഒരു ലെവലിലേക്ക് വിടുന്നതാണ്.
മനസ്സിലായി. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ, അതായത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു പോയിന്റ്, അതായത് ഒരു ഓൺട്രപ്രണറെ ക്രിയേറ്റ് ചെയ്യുന്നു, അധികം കോളേജുകളൊന്നും ചിന്തിക്കാത്തൊരു പോയിന്റ്. അപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. കാരണം പ്രേക്ഷകർക്കാണെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലാണ്. ECR 2015 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിലൂടെ എത്ര വിദ്യാർത്ഥികളുടെ ഒരു ജീവിതത്തിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ എത്ര പേരെ പഠിപ്പിക്കാൻ? 2015 ECR തുടങ്ങിയപ്പോൾ അവിടെ 180 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 1500 ഏകദേശം 1500 കുട്ടികൾ ഉണ്ടെന്ന് മാത്രമല്ല, അറൗണ്ട് 300 crores വർത്തുള്ള ഒരു സ്ഥാപനമായിട്ട് ECR മാറിയിട്ടുണ്ട്. 300 കോടിയിലധികം വർത്തുള്ള ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2026 എത്തുമ്പോൾ നമ്മൾ ഈ ഒരു പ്ലേസ്മെൻറ്റ്സ്, അതുപോലെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ട് പറയാവുന്ന ഏതെങ്കിലും പൊസിഷനിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് 10% കൂടുതൽ കുട്ടികൾ ECR നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. അത് ഏവിയേഷൻ പഠിച്ചിട്ട് പോലും, അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ചിട്ട് പോലും, അല്ല മറ്റ് BBA കോഴ്സുകൾ പഠിച്ച കുട്ടികൾ അവർ സ്വന്തം നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരുപാട് കുട്ടികൾ ഇന്നുണ്ട്. അത് തന്നെയാണല്ലോ ECRന്റെ ഗ്രോത്തിൻ്റെ ബേസിക്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത്, പ്ലേസ്മെൻറ്റ്, നിങ്ങൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച്, നമ്മൾ എക്സാമിൻ്റെ റിസൾട്ട് അല്ല നോക്കേണ്ടത്, എക്സാമിന് വേണ്ടി എത്ര പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നുള്ളൊരു പ്രയാസമുള്ള കാര്യമല്ല. ലോകത്തിൽ എല്ലായിടത്തും അവസരങ്ങളുണ്ട്. അവസരങ്ങളില്ലാത്തൊരു സ്ഥലമില്ല. ഏത് മേഖലയിൽ നോക്കിയാലും അവസരങ്ങളുണ്ടല്ലേ. അവസരങ്ങളിലേക്ക് എത്താനുള്ള സൂട്ടബിലിറ്റി, വാട്ട് ഈസ് മൈ സൂട്ടബിലിറ്റി ടു ബി ദെയർ, അതാണ് ഫാക്ട്. ആ സൂട്ടബിലിറ്റി ബിൽഡ് ചെയ്താൽ മതി. പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനിയും ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഏതൊരു ഓൺട്രപ്രണറും നേരിടുന്ന വലിയ കുറേ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നമ്മൾ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധിയെ കുറിച്ചും അതിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നും കൂടി. അതെല്ലാവർക്കും അറിയാവുന്ന പ്രതിസന്ധിയാണ് എന്താ അറിയൂ, കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോവിഡിന് മുമ്പ് ഏകദേശം ECRൽ ഫീസ് കളക്ഷൻ അറൗണ്ട് 18 crores 18 കോടി ഫീസ് കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ അറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ ബിസിനസ് മേഖലയിലും കോവിഡ് ഇഫക്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും അത് സർവൈവ് എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നമായി മാറി. സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാര്യം ചിലവുകളൊക്കെ സെയിം ആയിരിക്കാം, പക്ഷേ ഇൻകം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നോട് ആൾക്കാർ ചോദിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ 3 അങ്ങനെ 3 പ്ലാനുകളാണ് നമ്മളൊരു ബിസിനസ്സുകാരന് ഉണ്ട്. നമ്മൾ എന്താണ് സേവ് ചെയ്ത് വെക്കുന്നത്? 10,000 നെല്ലൊക്കെ സേവ് ചെയ്യുന്നത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു കുട്ടി പഠിക്കുമ്പോൾ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അവരൊരു ഓൺട്രപ്രണർ ആകണം, വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കരിയറിൽ സക്സസ് ആകണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒന്ന് നല്ല ലാംഗ്വേജ് വേണം, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണം, പിന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. എന്താണ് ഇൻഫ്ലുവൻസ്? സ്വാധീനം അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനം ഉറപ്പുവരുത്തേണ്ടത്. ഒന്ന്, നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ നമുക്കുണ്ടോ? ഈ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി വിദ്യാഭ്യാസകാലം ഉപയോഗിക്കണം. അത് ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചതല്ല, ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ +2 അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹരിപ്പാട് മുതൽ കായംകുളം ലൊക്കേഷനിലെ ഏത് ജ്വല്ലറിയിൽ നിന്നും ഒരു 50 പവനോ 100 പവൻ്റെ സ്വർണം എനിക്ക് കിട്ടുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എൻ്റെ ഗ്യാരണ്ടിയിലാണ് സ്വർണം കൊടുക്കേണ്ടത്. എന്ത് മനസ്സിലായി? നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മളെ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഒന്ന് കാര്യം, ഒരു വീഴ്ച വന്നാൽ നമ്മളെ സഹായിച്ച് കൈ പിടിച്ച് കയറ്റാൻ ഒരാൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ടെൻഷൻ എന്താണ്? അവർ ഈ കാര്യത്തിലേക്കൊരു തീരുമാനം എടുക്കത്തില്ല. 2, വിശ്വസ്തനായ ഒരു പങ്കാളി നമുക്കുള്ളത് ബാങ്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് കടം മേടിക്കും, പക്ഷെ തിരിച്ചു കൊടുക്കത്തില്ല. ബാക്കി വീട് വെച്ചാലും കാറ് മേടിച്ചാലും ടൂറ് പോയാലും ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോൺ കറക്റ്റായിട്ട് അടയ്ക്കത്തില്ല. അതാണ് ഒരു ബിസിനസ്സുകാരൻ 2ാമത്തെ പരാജയം. 1ാമത്തെ പരാജയം, ആവശ്യമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. കിട്ടുന്ന സമയത്ത് ഫാമിലിയോട്ടോ ടൂറ് പോകാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ആവശ്യമുള്ള ആ മേഖലയിലുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിൽ പരാജയപ്പെടും. അതാണ് ഫസ്റ്റ് പരാജയം. 2ാമത്തത്, ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ എടുക്കുന്ന കടം എങ്ങനെ അടയ്ക്കാതിരിക്കാം എന്ന് അഡ്വൈസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ഫ്രണ്ട് സർക്കിളും ആയിരിക്കും അവർക്കുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഏത് ബിസിനസ്സും പരാജയപ്പം. ഞാൻ ഓവർകം ചെയ്ത് ഈ 2 കാര്യങ്ങളും എനിക്ക് സേഫ് ആയതുകൊണ്ടാണ്. ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. 2ാമത്തെ കാര്യം, നമ്മുടെ കോവിഡ് വന്ന സമയത്ത്
ബാങ്കിൽ നിന്നും തന്നെ 2 കോവിഡ് ലോൺ തന്നു. ഇപ്പോൾ തന്നെ അടുത്തൊരു പ്രൊജക്റ്റിന് വേണ്ടി 1000 crores ഒരു പ്രൊജക്റ്റിന് വേണ്ടി ബാങ്ക് റെഡിയാണ് ഫണ്ട് ചെയ്യാൻ. പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ 1000 crores ഫണ്ട് തരാൻ ബാങ്ക് റെഡിയാണ്. അപ്പം എന്താ മനസ്സിലായി? നമ്മൾ എത്രത്തോളം ആ ഒരു രീതിയിൽ വിശ്വാസത അതെ, നേടിയെടുക്കുന്നു തീർച്ചയായിട്ടും. എന്നുള്ളത്. ഏതൊരു ബിസിനസിൻ്റെയും ബേസ് എന്ന് പറയുന്നത് 2 ആൾക്കാരുടെ വിശ്വാസ്യതയാണ്. ഒന്ന് ധനകാര്യ സ്ഥാപനങ്ങളുടെയും മറ്റൊന്ന് കസ്റ്റമേഴ്സിൻ്റെയും. രണ്ട് രീതിയിലും നമ്മൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഉണ്ട്. നിൽക്കുന്നതുകൊണ്ടാണ്. ഇനി ഈ ഒരു 2026 AI കാലഘട്ടമാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ എഡ്യൂക്കേഷൻ രംഗത്തും ഒരുപാട് മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് ECR നോക്കിക്കാണുന്നത്? വളരെ സിമ്പിൾ. പണ്ട് സൈക്കിൾ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് എത്തി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മളെ ജോലികൾ ഈസി ആക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ജോലികൾ വളരെ കുറച്ച് സമയത്തിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്ന് മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്ന്. അതൊരു വിദ്യാഭ്യാസ മേഖലയായിട്ട് ഇങ്ങനെ വളരുന്നുണ്ട്. എല്ലാവരും അതിലായിട്ട് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ബ്രേക്കൊക്കെ ചവിട്ടി ക്ലച്ചൊക്കെ ചവിട്ടിയല്ലേ വണ്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടിയല്ലേ. അതുകൊണ്ട് ആരുടെയും ഡ്രൈവർമാരുടെ ജോലിയും പോകത്തില്ല. അപ്പോൾ ആരുടെയും ജോലി പോകത്തില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാവരുടെയും പണ്ടത്തെ കാലത്ത് ഒരുപാട് ഫിസിക്കലി വർക്ക് ചെയ്യാൻ ആൾക്കാർ തയ്യാറായിരുന്നു. അല്ലെ, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് മീൻസ് ഫിസിക്കൽ വർക്ക് യു ഷുഡ് വർക്ക് 17 or 18 hours അല്ലേ. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങനെയല്ലല്ലോ. അല്ല, ഇപ്പൊ നമ്മുടെ മെന്റാലിറ്റി ആളുകളെ ക്വാളിറ്റി ലൈഫിനും കൂടി ഭയങ്കര ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മൾ ഇന്റലിജൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ബുദ്ധി ഉപയോഗിച്ചു മെഷീനുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. മിഷൻസ് എല്ലാ മേഖലയിലും. ഇപ്പം നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നത് ഈ എഞ്ചിനീയറിംഗ് ഡിവിഷനിലൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇപ്പോൾ അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് മെക്കാട്രോണിക്കിലേക്ക് എത്തിയില്ലേ. അപ്പം മിഷനെ കൊണ്ട് ജോലി ചെയ്യാൻ ഇന്നലെ ഉണ്ടായതല്ല, വളരെ കാലത്തെ ഒരു പരിശ്രമം കൊണ്ടാണ് മിഷനെ കൊണ്ട് ഫാസ്റ്റായിട്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പണ്ട് പുഷ്പവിമാനം ഒന്ന് കേട്ടില്ലേ, ഓട്ടോ പൈലറ്റ് വാഹനങ്ങളുണ്ടല്ലോ അല്ലേ. ഇപ്പം ഒരു ടെസ്ലയുടെ കാറൊക്കെ ഓട്ടോ ഡ്രൈവായി. ഓട്ടോമേഷൻ എല്ലാ മേഖലയിലും ഓട്ടോമേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമെന്ന് അറിയോ, കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള സമയമില്ല, അവസരവുമില്ല. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഇപ്പോൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. നമുക്കിപ്പോൾ ലെറ്റർ എഴുതണം, ഈ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ലീവ് ലെറ്റർ എഴുതണം, ചിന്തിക്കും എങ്ങനെ എഴുതണം. ഇപ്പോൾ AI ഉള്ളതുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാനോ ഒരു ലെറ്റർ എഴുതാനോ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാനോ ഒക്കെ കുട്ടികളിൽ അവരുടെ ഇൻ്റലിജൻസ് ഉപയോഗിക്കത്തില്ല. കുട്ടികളെ ചിന്താശക്തി നശിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം ഇത് മാറിയിട്ടുണ്ട്. ചിന്തിക്കാനുള്ള അവസരമില്ല, സമയമില്ല, പെട്ടെന്ന് വേണം, ഫാസ്റ്റ് ക്വിക്ക്. നമ്മൾ ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റിലേക്കായി. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു AI കാലഘട്ടം ഒരു വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ECRൻ്റെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? പുതിയതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ECR മെഡിക്കൽ കോളേജിൻ്റെ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഒരു 500 ബെഡഡ് ഹോസ്പിറ്റലും ടോട്ടലി AI ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറൗണ്ട് 500 crores പ്രൊജക്റ്റാണ് ഇപ്പോൾ ഓൺഗോയിങ്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത് ലണ്ടനിലെ ഒരു റിനൗൺസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 10-30 വർഷം വർക്ക് ചെയ്ത ഡോക്ടർ അനന്തരാം ഷെട്ടി എന്ന കുന്താപുരക്കാരനാണ് മെഡിക്കൽ കോളേജിൻ്റെ അമരത്തേക്ക് എത്തുന്നത്. ഇത് മാംഗ്ലൂർ തന്നെയാണ്. മാംഗ്ലൂർ തന്നെ, ഉടുപ്പിയും കുന്താപുരത്തിനിടയിലാണ് നമ്മുടെ ഈ മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ഈ അടുത്ത് കൊല്ലത്തൊരു സ്കൂൾ ഏറ്റെടുത്തിരുന്നു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന്. പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, നമ്മളൊക്കെ മലയാളിയല്ലേ, പിന്നെ ECRലെ സ്റ്റുഡൻസിൽ 80% മലയാളി കുട്ടികളല്ലേ, എന്തുകൊണ്ട് കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിക്കൂടാ? കേരളത്തിൽ തുടങ്ങുന്ന തടസ്സമൊന്നുമില്ല, ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ തേവലക്കരയിൽ ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ICSE സിലബസുള്ള ഒരു LKG മുതൽ 12th ക്ലാസ് വരെയുള്ള 2500 കുട്ടികളും ഏകദേശം 100-ൽ കൂടുതൽ ടീച്ചേഴ്സുള്ള സ്ഥാപനം ഇപ്പോൾ ECRൻ്റെ സ്വന്തമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലോ കോളേജ് കേരളത്തിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നിയമവിദ്യാലയം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സെക്കൻഡ് പ്രൊജക്റ്റുണ്ട്. അതുകൂടാതെ ECR കൊല്ലത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിനുള്ള അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇത്രയും നേരം കേട്ടത് ECR ഗ്രൂപ്പിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള വളർച്ചയുടെ വിജയകഥയാണ്.
ഒരുപാട് വിദ്യാർത്ഥികളെ മുന്നിലേക്ക് എത്തിക്കുകയും അവരുടെ ജീവിതത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അവരെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ ECRന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ വളരെ ലളിതമായി AI വന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ ജീവിതം വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു മാറ്റം മാത്രമാണ് കമ്പ്യൂട്ടർ വന്നതുപോലെ, അല്ലെങ്കിൽ കാളവണ്ടിയിൽ നിന്ന് മനുഷ്യൻ കാറിലേക്ക് എത്തിയതുപോലെ. അപ്പോൾ ഈ ഒരു മാറ്റത്തിനനുസരിച്ചുകൊണ്ട് പുതിയ കോഴ്സുകളും പുതിയ മാർഗനിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ ECRന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.